താങ്കൾ UN സെക്രട്ടറി ജനറൽ പദത്തിലേക്ക് മത്സരിച്ചപ്പോൾ താങ്കൾക്കെതിരായി വന്ന ഒരു കാര്യം, ഒരു മന്ത്രി തലത്തിൽ താങ്കൾക്ക് വേണ്ടത്ര പരിചയമില്ല എന്നതായിരുന്നു. ഇപ്പോൾ താങ്കൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ പരിചയം വെച്ച് ഒരുപക്ഷെ ആ സ്ഥാനത്തിന് ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള ഒരു അവസരം താങ്കൾ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ആ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു പോയി കഴിഞ്ഞു. എൻ്റെ അർത്ഥം ഈ ഐക്യരാജ്യസഭയിൽ ഒരു കൺവെൻഷൻ ഉണ്ട്. പറഞ്ഞാൽ ഓരോരു കോണ്ടിനെൻറ്റിനാണ് ഇങ്ങനെ ടേൺ പേര് ഭാവി പേര്. അപ്പോൾ ഇത് ഏഷ്യയുടെ സമയമായിരുന്നു. അപ്പോൾ ഏഷ്യ പറഞ്ഞാൽ ജോർഡൻ രാജ്യം മുതൽ ചൈന വരെ, ജപ്പാൻ വരെ അത് ഏഷ്യയാണ്. അപ്പോൾ ഒരു ഏഷ്യൻ്റെ നിലയിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ സ്ഥാനാർത്ഥിയാവാനും ഇന്ത്യക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രസൻറ്റ് ചെയ്യാനും സമയം കറക്റ്റായിരുന്നു. ഇപ്പോൾ കൊറിയൻ ജയിച്ചു ബാൻ കി മൂൺ. അദ്ദേഹത്തിന് സാധാരണ ഒരു സെക്കൻഡ് ടേം കൂടി കിട്ടും. അദ്ദേഹത്തിന് 10 വർഷം കഴിഞ്ഞാൽ അത് യൂറോപ്പിൻ്റെ ടേണാണ്. നമ്മൾ തന്നെ ഇന്ത്യ ആയിട്ട് ഞാൻ കൂടി വിദേശമന്ത്രി ഇരിക്കുന്നതും കൂടി ഞാൻ പറയും ഇന്ത്യ ഒരു സ്ഥാനാർത്ഥി കൊടുക്കരുത്. എന്താ കാരണം, ഇത് ഓരോരോ ടേൺ വരുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണം. അപ്പോൾ യൂറോപ്പിന് അത് തന്നെ ഈസ്റ്റ് യൂറോപ്പും വെസ്റ്റ് യൂറോപ്പും തമ്മിൽ തർക്കം തുടങ്ങും ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ആ യൂറോപ്യൻ സ്ഥാനാർത്ഥി വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആ കൺവെൻഷനെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത ഒരു ഇന്ത്യന് ചാൻസ് വരാൻ 40 വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ നോക്കാം, നമുക്കൊരു നല്ലൊരു മലയാളി ആദ്യം നിൽക്കുമെന്ന്. 1, 2, 3 കരാറൊക്കെ നടപ്പാക്കുന്നതിൽ കേരളീയനായ ശിവശങ്കർ മേനോൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നല്ലപോലെ പ്രവർത്തിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ മൻമോഹൻ സിംഗ് ആഗ്രഹിച്ചാൽ അതിന് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അറിയില്ല. ആദ്യം സാധ്യതയുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. രണ്ടാമത്തത് ശിവശങ്കർ മേനോൻ അങ്ങനെ ഇഷ്ടമാവോ, അദ്ദേഹം അത് ചെയ്യാൻ നിശ്ചയിക്കുമോ, അതും എനിക്കും അറിയില്ല. പക്ഷേ ശിവശങ്കർ മേനോനെ പോലെ ഒരു മലയാളി നമ്മുടെ രാജ്യത്തിലുള്ളത് നല്ല കാര്യമാണ്. നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ട് ഈ ഫോറിൻ സെക്രട്ടറി രൂപത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചത് എൻ്റെ മനസ്സിൽ വി ക്യാൻ ഓൾ ബി പ്രൗഡ്. നമ്മൾ ശരിക്കും ഒരു ഗൗരവമായിട്ട് പറയാം, മലയാളികളായിട്ട് ഇങ്ങനെ ഒരാൾ നമ്മളുടെ പ്രദേശം രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ മനുഷ്യനെ കൊടുത്ത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസർ TK നായരോ, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ MK നാരായണൻ, ഇവരെക്കുറിച്ച് ശരിക്കും ഇതൊക്കെ കേരളത്തിൻ്റെ അഭിമാനമാണ്. താങ്കൾ ഒരു എഴുത്തുകാരനാണ്, ഇപ്പോൾ തിരക്ക് പിടിച്ച ഒരു മന്ത്രിയാണ്, അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയാണ്. ഇതെല്ലാം കൂടി താങ്കൾ എങ്ങനെ കൊണ്ടുപോകും? താങ്കൾക്കാണെങ്കിൽ ഈ ഓടി നടക്കുമ്പോഴുള്ള ഈ ആസ്മയുടെ അസുഖവും കൂടെ ഉണ്ട് അല്ലേ? ഇതെല്ലാം കൂടെ താങ്കൾ എങ്ങനെയാണ് യോജിപ്പിച്ചത്? അല്ല, ഇതുവരെ അസുഖം എന്നെ തടുത്തിട്ടില്ല. എല്ലാ കാര്യത്തിലും കുട്ടിക്കാലത്ത് ഒരു ആസ്മ ഉണ്ടായിരുന്നു, അതിപ്പോൾ അത്ര മോശമല്ല. എന്തായാലും ഈ കാലത്തൊക്കെ വലുതാകുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ശക്തി വരും. ആ ശക്തി കൊണ്ടാണ് ഞാൻ, ആ എനർജി കൊണ്ടാണ്, ആ ഊർജ്ജം കൊണ്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് എല്ലാത്തിലും. എന്തായാലും ഈ രാഷ്ട്രീയത്തിൽ ഉറക്കമില്ലാത്ത ജീവിതമാണ്. അപ്പോൾ അങ്ങനെ ഇതുവരെ പ്രവർത്തിക്കാൻ സാധിച്ചു. ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എഴുത്തുകാരൻ ആ ഫേസിനെ ഒരു ഭാഗത്ത് വെക്കേണ്ടി വന്നു. ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ ജീവിതകഥയിൽ. ഈ പുതിയ ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എഴുതാൻ സമയം കിട്ടും. ഇപ്പോഴത്തെ ഈ ജീവിതം മനസ്സിലാക്കുന്നത് ഒരു ഫുൾ ടൈം കടമയാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞാനും ഇത് രാഷ്ട്രീയം ഒരു ലൈഫ് ടൈം കരിയറായി എടുക്കുന്നില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ സാധിച്ചാലും അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ സാധിച്ചാലും ഞാൻ രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അഥവാ മനസ്സിലാക്കി ഈ വഴിയിൽ എനിക്ക് ആൾക്കാർക്ക് വേണ്ടി ഗുണം ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ വീണ്ടും നിശ്ചയിക്കും. ഈ രാഷ്ട്രീയത്തിന് എനിക്കൊന്നും പ്രത്യേകിച്ച് വേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സ്ഥാനങ്ങളും പിന്നെ ഞാൻ എഴുതിയിട്ടും പ്രവർത്തിച്ചിട്ടും സമ്പാദിച്ചതെല്ലാം എനിക്കും എൻ്റെ മക്കൾക്കും മതി. അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിന് വേറെ ഒന്നും വേണ്ട. സേവനം ചെയ്യണം, ഒരു റിസൾട്ട്സ് വേണം, എനിക്ക് പറയാൻ സാധിക്കണം എൻ്റെ കാരണം ചില കാര്യങ്ങൾ നടന്നു, അത് ഒരുപക്ഷെ ഞാൻ ഇല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. അത് പറയാൻ സാധിച്ചാലാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ താങ്കളുടെ എഴുത്തുകാരൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.